ശരിയാണ്. മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇതിൽ. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കേ ഇന്ത്യയിലെ ഈ രാമക്ഷേത്രങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ധനുഷ്കോടിയിലായിരുന്നു, ഇല്ലേ? രാമസേതു എന്നുള്ളത് വലിയൊരു വികാരമാണ്. അപ്പോൾ ആ ഒരു രീതി ഉണ്ടല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ തെക്കേ ഇന്ത്യൻ സന്ദർശനം, ഈ രാമൻ എന്നുള്ള ആ ഒരു വികാരം തെക്കേ ഇന്ത്യയിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ള അത് എത്രമാത്രം വിജയം കണ്ടിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരു വിശ്രമമില്ലാത്ത പര്യടനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കേരളത്തിലും എത്തി, തൃപ്രയാറിൽ വന്നു. ഈ റണ്ണപ്പ് ടു നാളത്തെ ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ്, ആ റണ്ണപ്പിൽ മുഴുവൻ കാണുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ഒരു പാൻ ഇന്ത്യ ഒരു ഡയറ്റിയായി കാണുന്നതിന് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുകൊണ്ടും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുകൊണ്ടും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും. ഇവിടെ ഒരുപക്ഷെ ബ്രാഹ്മണർ കേരളത്തിൽ വരുന്നതിന് മുൻപ്, തമിഴ്നാട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ, ആര്യ ആഗമനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ രാമാരാധന ഉണ്ടായിരുന്നു. ഇപ്പം രാമായണ കഥയുമായി ബന്ധപ്പെട്ട എത്രയോ സ്ഥലങ്ങളാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ളത്. കേരളത്തിൽ ഈ ശബരിമല എന്ന് പറഞ്ഞാൽ ശബരി ഡയറക്ഷൻ കൊടുത്തതനുസരിച്ചാണ് ശ്രീലങ്കയിലേക്കുള്ള യാത്രയിൽ ശ്രീരാമന് പോകാൻ സാധിച്ചത്. അതുപോലെ ജഡായു പാറ നമുക്കറിയാം, ജഡായു ഇന്നൊരു വലിയൊരു ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പം ഇതിനകത്തെ ഒരു ചരിത്രവും മിത്തും എല്ലാം ഇഴപിരിഞ്ഞ് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂമിക. അതുപോലെ തന്നെ എവിടെ നിന്നാണ് ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് പോയത്? അപ്പം രാമേശ്വരം എന്ന സ്ഥലം. അപ്പം ശ്രീരാമൻ്റെ പേരുമായും ശ്രീരാമചരിതവുമായും ബന്ധപ്പെട്ട ഏറെ സ്ഥലങ്ങളുള്ള ദക്ഷിണ ഭാരതം വേറിട്ട് ചിന്തിക്കുന്നു എന്ന ഒരു ചിന്ത ഒരു പക്ഷേ സംഘപരിവാർ കക്ഷികൾക്കുള്ളിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കണം. ഇവിടെ വളരെ ബോധപൂർവമായി കേരളത്തെ വിട്ടേക്കൂ, തമിഴ്നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യങ്ങൾക്ക് ഒരു ദേശീയ പരിപ്രേക്ഷ്യമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചോള കാലഘട്ടത്തിലെ ചെങ്കോൽ അത് എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ സ്ഥാനം പിടിച്ചത്. അപ്പം തമിഴ്നാട് ഈ മുഖ്യധാരയിൽ നിന്നും മാറിപ്പോകരുത്, കേരള മുഖ്യധാരയിൽ നിന്നും മാറിപ്പോകരുത്. അത് രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ സ്ഥാപനവുമായി അല്ലെങ്കിൽ ശിലാന്യാസവുമായി ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ, ഈ ഒരു കാര്യം ഭാരതീയ ജനതാ പാർട്ടിയും BJPയും ഒരു പരിധിവരെ രാഷ്ട്രീയമായി കൂടെ കാണുകയാണ്. ഈ റാം എന്ന് ആരും തന്നെ സാധാരണഗതിയിൽ തമിഴ്നാട്ടിലോ കേരളത്തിലോ പരസ്പരം അഭിവാദ്യം ചെയ്യാറില്ല. കാരണം അവർ ശ്രീരാമനെ അംഗീകരിക്കാത്തത് കൊണ്ടല്ല, അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. പക്ഷെ അത് പാൻ ഇന്ത്യ ലെവലിൽ വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന രാമക്ഷേത്രത്തിൻ്റെ പൂർണ്ണ ചൈതന്യം ഉണ്ടാവുക എന്ന് ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികളും ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പാർട്ടിയും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് കരുതാനാണ് താല്പര്യം. അതുകൊണ്ടാണ് വലിയ തോതിൽ തമിഴ്നാട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും. ശ്രീരാമൻ എവിടെ നിന്നാണ് അയോധ്യയിലേക്ക് തിരിച്ചെത്തിയത്? അത് ഈ രാവണ നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട്ടിലെത്തി, അവിടെ നിന്നുമാണ് അവസാനം അയോധ്യയിലേക്ക് ചെന്ന് രാജത്വത്തിലേക്ക് പ്രവേശിച്ചത് അവിടെ നിന്നാണ്. അപ്പം അതുകൊണ്ട് തമിഴ്നാടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ശ്രീരാമചരിതം രചിക്കാനാവില്ല, അത് ആഖ്യാനം ചെയ്യാനാവില്ല, മനസ്സിലാക്കാനാവില്ല, ആവിഷ്കരിക്കാനാവില്ല, അത് ഉൾക്കൊള്ളാനാവില്ല എന്ന ഒരു ചിന്ത ഒരു വടക്കേ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്, അയോധ്യയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പ്രകാശ സംവിധാനത്തിൽ ദീപാലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന അയോധ്യ. നാളെ ഇവിടെയാണ് പ്രാൺ പ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ ദക്ഷിണേന്ത്യയിലേക്കും ഈ ഒരു രാമൻ്റെ പ്രഭാവം അത് കാണിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം, തെക്കേ ഇന്ത്യൻ സന്ദർശനം, അതാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും തെക്കേ ഇന്ത്യ അന്യമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, കർണാടകം ഒഴിച്ചു നിർത്തിയാൽ. അപ്പോൾ ആ ഒരു വലിയൊരു പ്രഭാവം ഇതുവഴി, ഈ അയോധ്യ വഴി തെക്കേ ഇന്ത്യയിലേക്ക് ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യല്ലോ എന്തായാലും. പക്ഷേ വടക്കേ ഇന്ത്യയിൽ കൂടുതൽ ശക്തമായിട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എന്നൊക്കെ പറയും. പക്ഷേ അവിടെ ഈ കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത് മണ്ടത്തരമാണോ അല്ലയോ, ആ ഒരു ചർച്ച വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഇവിടെ തെക്കേ ഇന്ത്യയെ പൊതുവെ ഭരിക്കുന്നത്, പ്രത്യേകിച്ചും തമിഴകമെന്ന് പറയുന്ന തമിഴ്നാടിനെയും കേരളത്തിലെയും പ്രത്യേകിച്ച് തമിഴ്നാടിനെ ഭരിക്കുന്ന ഒരു പൊതുവികാരമെന്ന് പറയുന്നത് ഒരു ദ്രാവിഡ സ്വത്വമാണ്. അപ്പോൾ ഈ ദ്രാവിഡ സ്വത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ ആവിഷ്കാരം
ആ രാഷ്ട്രീയ ആവിഷ്കാരമാണല്ലോ ദ്രവീഡിയൻ പൊളിറ്റിക്കൽ പാർട്ടീസ് DMK, DK ഒറിജിനൽ ദ്രാവിഡ ഘടകമായിക്കൊള്ളട്ടെ, പിന്നീടുണ്ടായ DMK, AIADMK, MDMK എന്നീ എല്ലാ കക്ഷികളും തന്നെ ഈ ദ്രാവിഡ സ്വത്വമാണ്. ആ ദ്രാവിഡ സ്വത്വത്തിൽ ഈ വടക്കേ ഇന്ത്യയിലെ ഒരു രാമചരിതം അവർക്കൊരു പുതിയ രാമചരിതമാണ്. ഈ കമ്പരാമായണം രീതിയിൽ ഒരു പുതിയ രാമചരിതം. ശ്രീരാമനെ അംഗീകരിക്കുന്നു, രാമചരിത്രം അംഗീകരിക്കുന്നു, പക്ഷേ തമിഴ്നാടിന് അവരുടേതായ രീതിയിൽ ഒരു ടച്ച് കൊടുക്കാൻ കഴിയുന്നുണ്ട് എക്കാലത്തും. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ ഒരു കാലത്തും അത് അശോകന്റെ സാമ്രാജ്യത്തിൻ്റെ കാലത്തായിക്കൊള്ളട്ടെ, BC ആ കാലത്തായിക്കൊള്ളട്ടെ, അക്ബറുടെ സാമ്രാജ്യത്തിൻ്റെ കാലത്തായിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലത്തോ വേറെ ഏതെങ്കിലും സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഒരിക്കൽ പോലും കേരളവും തമിഴ്നാടും ചേരുന്ന പ്രാചീന തമിഴകം, അത് പിന്നീട് വന്ന് ഞാൻ മൊത്തത്തിൽ തമിഴകമെന്ന് പറയുന്നു, ആ തമിഴകത്തിൻ്റെ ഭാഗങ്ങൾ മുഖ്യധാരയിലായിരുന്നില്ല. അവരുടെ ബന്ധം പലപ്പോഴും പാശ്ചാത്യ ശക്തികളുമായിട്ടായിരുന്നു. അറബികളുമായിട്ട് വ്യാപാരം നടത്തിയിരുന്നു, ചൈനക്കാരുമായിട്ട് വ്യാപാരം നടത്തിയിരുന്നു. AD 9-ാം നൂറ്റാണ്ടിലൊക്കെ കൊല്ലം നഗരം അതിശക്തമായ ഒരു നാഗരികതയുടെ കേന്ദ്രമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണല്ലോ മലയാള വർഷം ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാലത്തുള്ള ട്രേഡ്, അതിനു മുമ്പുണ്ടായിരുന്ന മുച്ചുരിപ്പട്ടണം, AD 1-ാം നൂറ്റാണ്ടിൽ മുസ്രിസ് എന്ന് പറയുന്ന മുച്ചുരിപ്പട്ടണം, ഇന്നത്തെ കൊടുങ്ങല്ലൂർ, ആ നഗരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും തീരപ്രദേശത്തെ ഏറ്റവും വലിയ നഗരമായിരുന്നു. ആ നഗരം കേന്ദ്രീകരിച്ച് റോമൻ ട്രേഡ് ഉണ്ടായിരുന്നു. അതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിൻഡോസ് എന്ന് പറയുന്നത് ഇതര രാജ്യങ്ങളും, ദക്ഷിണേഷ്യയിലെ മറ്റു രാജ്യങ്ങളുമായും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുമായും യൂറോപ്പുമായും പോലും ബന്ധമുണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയുടെ ഫോർമേഷൻ അങ്ങനെയല്ല. അതുകൊണ്ടാണ് രാമായണ കഥയിൽ പോലും ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തെക്കേ ഇന്ത്യ വേറിട്ട് ചിന്തിക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു നറേറ്റീവ് തമിഴ്നാട്ടുകാർ പലപ്പോഴും വിരുദ്ധമായി ചിന്തിക്കുന്നത് ആൻറ്റി ബ്രാഹ്മണിക്കൽ, ആൻറ്റി ഹിന്ദു, അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദുസ്ഥാനി, ആൻറ്റി നോർത്ത് ഇന്ത്യ എന്ന ഒരു റെറ്ററിക് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഈ വേറിട്ട ഒരു സ്വത്വബോധമാണ്. ശ്രീരാമചന്ദ്രനെ അവർ ഉൾക്കൊള്ളുന്നു, പക്ഷേ ആ മറ്റൊരു നറേറ്റീവിൽ, വടക്കേ ഇന്ത്യയിൽ നിന്നും വരുന്ന ഒരു നറേറ്റീവിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഒരു രീതിയെ മാറ്റിയെടുക്കുകയും ഒരു ഓൾ ഇന്ത്യ ഒരു രീതിയിൽ ഒരു സ്ട്രീം ലൈൻ ചെയ്ത് ഈ രാമക്ഷേത്രത്തെ എല്ലാവരുടേതും ഒരുപോലെയാക്കി എടുക്കുകയും ചെയ്യുക എന്ന ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിൽ